ലോഗോസ് ക്യൂസ് 2024 പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 5. ചോദ്യം 1. അഞ്ചാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ആരെല്ലാം പാടി എന്നാണ് പരാമർശിക്കുന്നത്? ഉത്തരം ദബോറായും അഭിനോവാമിന്റെ പുത്രൻ ബാറക്കും. ചോദ്യം 2. ആര് ഇസ്രായേലിനെ നയിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ എന്നാണ് അവർ പാടിയത്? ഉത്തരം നേതാക്കന്മാർ. ചോദ്യം 3. ജനം എപ്രകാരം തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ എന്നാണ് അവർ പാടിയത്? ഉത്തരം സന്തോഷത്തോടെ. ചോദ്യം 4. ആരോട് കേൾക്കുവിൻ എന്നാണ് അവർ പാടിയത്? ഉത്തരം രാജാക്കന്മാരെ. ചോദ്യം 5. ആരോട് ശ്രദ്ധിക്കുവിൻ എന്നാണ് അവർ പറയുന്നത്? ഉത്തരം പ്രഭുക്കന്മാരെ. ചോദ്യം 6. കർത്താവിനെ ഞാൻ എന്ത് പാടും എന്നാണ് അവർ പറയുന്നത്? ഉത്തരം കീർത്തനം. ചോദ്യം 7. ആരെ പാടി പുകഴ്ത്തും എന്നാണ് അവർ പാടുന്നത്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ. ചോദ്യം 8. കർത്താവ് എവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് അവർ പാടുന്നത്? ഉത്തരം സെയിരിൽ നിന്ന്. ചോദ്യം 9. കർത്താവ് ഏത് പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയത്? ഉത്തരം ഏദോം പ്രദേശത്ത് നിന്ന്. ചോദ്യം 10. എന്ത് ജലം വർഷിച്ചു എന്നാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ആകാശമേഘങ്ങൾ. ചോദ്യം 11. എന്ത് കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു എന്നാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം പർവ്വതങ്ങൾ. ചോദ്യം 12. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്ത് കുലുങ്ങി എന്നാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം സീനായ് മല. ചോദ്യം 13. ആരുടെയെല്ലാം കാലത്താണ് സഞ്ചാരികളുടെ പോക്ക് നിലച്ചത്? ഉത്തരം ഷംഗാർ, ജായേൽ. ചോദ്യം 14. ഷംഗാർ, ജായേൽ എന്നിവരുടെ കാലത്ത് യാത്രക്കാർ തേടിയത് എന്ത്? ഉത്തരം ഊടുവഴികൾ. ചോദ്യം 15. ആര് ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷിവീലർ അറ്റുപോയിരുന്നു? ഉത്തരം ദബോറ. ചോദ്യം 16. യുദ്ധം കവാടങ്ങളിലെത്തിയത് എപ്പോൾ? ഉത്തരം പുതുദേവന്മാരെ പുണർന്നപ്പോൾ. ചോദ്യം 17. ഇസ്രായേലിലെ എന്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം 40,000-നിടയിൽ. ചോദ്യം 18. എന്റെ ഹൃദയം എവിടേക്ക് തിരിയുന്നു എന്നാണ് ദബോറയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ഇസ്രായേലിലെ സേനാപതികളിലേക്ക്. ചോദ്യം 19. ഇസ്രായേലിലെ സേനാപതികൾ സസന്തോഷം തങ്ങളെ തന്നെ സമർപ്പിച്ചത് ആർക്ക് വേണ്ടി? ഉത്തരം ജനങ്ങൾക്ക് വേണ്ടി. ചോദ്യം 20. എവിടെ നീ ഇരുന്ന് സവാരി ചെയ്യുന്നവരെ നിങ്ങൾ ഈ കാര്യം ഉദ്ഘോഷിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം ചെങ്കഴുതപ്പുറത്ത്. ചോദ്യം 21. എവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം മേൽത്തരം പരവതാനികളിൽ. ചോദ്യം 22. എവിടെ നടന്നു നീങ്ങുന്നവരെ നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം പാതകളിൽ. ചോദ്യം 23. എന്തിനോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം തേക്ക് പാട്ടോട് ചേർന്ന്. ചോദ്യം 24. കർത്താവിന്റെ വിജയത്തോടൊപ്പം ആരുടെ വിജയം കൂടിയാണ് അവർ പ്രഘോഷിക്കുന്നത്? ഉത്തരം ഇസ്രായേലിൽ കൃഷിവലന്മാരുടെ വിജയം. ചോദ്യം 25. കർത്താവിന്റെ ജനം എവിടേക്കാണ് അണിയണിയായി നീങ്ങിയത്? ഉത്തരം പട്ടണവാതിൽ. ചോദ്യം 26. ഉണരൂ, ഗാനം ആലപിക്കൂ എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം ദബോറ. ചോദ്യം 27. ആരോടാണ് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക എന്ന് പറയുന്നത്? ഉത്തരം അഭിനോവാമിന്റെ മകനായ ബാറക്കിനോട്. ചോദ്യം 28. ആരിൽ ശേഷിച്ചവരാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത്? ഉത്തരം ശ്രേഷ്ഠന്മാരിൽ. ചോദ്യം 29. കർത്താവിന്റെ ജനം ആർക്കെതിരായാണ് അണിയണിയായി ഇറങ്ങി വന്നത്? ഉത്തരം ശക്തന്മാർക്കെതിരെ. ചോദ്യം 30. ആരെയെല്ലാം അനുഗമിച്ചാണ് കർത്താവിന്റെ ജനം
താഴ്വരയിലേക്ക് പുറപ്പെട്ടത്? ഉത്തരം ബെഞ്ചമിനെയും അവന്റെ ബന്ധുക്കളെയും. ചോദ്യം 31. ബെഞ്ചമിനെയും അവന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് കർത്താവിന്റെ ജനം എവിടെ നിന്നാണ് താഴ്വരയിലേക്ക് പുറപ്പെട്ടത്? ഉത്തരം എഫ്രായിമിൽ നിന്ന്. ചോദ്യം 32. മാക്കീറിൽ നിന്ന് ആരാണ് അണിയണിയായി താഴേക്ക് നീങ്ങിയത്? ഉത്തരം സേനാപതികൾ. ചോദ്യം 33. സൈന്യാധിപന്റെ ദണ്ഡ് വഹിച്ചവരും എവിടെ നിന്നാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത്? ഉത്തരം സെബുലൂണിൽ നിന്ന്. ചോദ്യം 34. ദബോറായോടുകൂടി വന്നത് ആരെല്ലാം? ഉത്തരം ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ. ചോദ്യം 35. ബാറാക്കിനോട് വിശ്വസ്തനായിരുന്നത് ആര്? ഉത്തരം ഇസാക്കർ. ചോദ്യം 36. ഇസാക്കറിന്റെ കാലടികളെ പിന്തുടർന്ന് അവർ ഇരമ്പിപ്പാഞ്ഞത് എവിടേക്ക്? ഉത്തരം താഴ്വരയിലേക്ക്. ചോദ്യം 37. ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എവിടെ? ഉത്തരം റൂബൻ ഭവനങ്ങളിൽ. ചോദ്യം 38. ആരുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത് എന്നാണ് ചോദിക്കുന്നത്? ഉത്തരം ആട്ടിൻപറ്റങ്ങളുടെ. ചോദ്യം 39. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം 2. ചോദ്യം 40. ജോർദാനപ്പുറം തങ്ങിയത് ആര്? ഉത്തരം ഗിലെയാദ്. ചോദ്യം 41. ആരാണ് കപ്പലുകളോടൊപ്പം വസിച്ചത്? ഉത്തരം ദാൻ. ചോദ്യം 43. ആരാണ് കടൽ തീരത്ത് നിശ്ചലനായിരുന്നത്? ഉത്തരം ആഷേർ. ചോദ്യം 43. ആഷേർ താമസം ഉറപ്പിച്ചത് എവിടെ? ഉത്തരം തുറമുഖങ്ങളിൽ. ചോദ്യം 44. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം ഏത്? ഉത്തരം സെബുലൂൺ. ചോദ്യം 45. യുദ്ധക്കളത്തിൽ മരണം വരിച്ചത് ആര്? ഉത്തരം നഫ്താലി. ചോദ്യം 46. ആര് വന്ന് യുദ്ധം ചെയ്തു എന്നാണ് 19-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം രാജാക്കന്മാർ. ചോദ്യം 47. മെഗീദോ ജലാശയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം താനാക്കിൽ. ചോദ്യം 48. മെഗീദോ ജലാശയത്തിനരികെ പ്രത്യാക്രമണം നടത്തിയത് ആര്? ഉത്തരം കാനാൻ രാജാക്കന്മാർ. ചോദ്യം 49. കാനാൻ രാജാക്കന്മാർക്ക് കൊള്ളയടിക്കാൻ കിട്ടാതിരുന്നത് എന്ത്? ഉത്തരം വെള്ളി. ചോദ്യം 50. എന്ത് യുദ്ധം ചെയ്തു എന്നാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ആകാശത്തിൽ നക്ഷത്രങ്ങൾ. ചോദ്യം 51. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പൊരുതിയത് ആർക്കെതിരെ? ഉത്തരം സിസേറയ്ക്കെതിരെ. ചോദ്യം 52. എവിടെ നിന്നുകൊണ്ടാണ് ആകാശത്തിൽ നക്ഷത്രങ്ങൾ സിസേറയ്ക്കെതിരെ പൊരുതിയത്? ഉത്തരം സഞ്ചാരപഥങ്ങളിൽ. ചോദ്യം 53. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഒഴുക്കിക്കളഞ്ഞത് എന്ത്? ഉത്തരം കിഷോൻ പ്രവാഹം. ചോദ്യം 54. കിഷോൻ പ്രവാഹത്തിന് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം കുതിച്ചു മുന്നേറുന്നു. ചോദ്യം 55. ഡാഷ് ശക്തിയോടെ മുന്നേറുക എന്നാണ് പറയുന്നത്? ഉത്തരം എന്റെ ആത്മാവേ. ചോദ്യം 56. കിഷോൻ പ്രവാഹം കുതിച്ചു മുന്നേറിയപ്പോൾ ഉറക്കെ പതിച്ചത് എന്ത്? ഉത്തരം കുതിരക്കുളമ്പുകൾ. ചോദ്യം 57. കുതിരക്കുളമ്പുകൾ എപ്രകാരമാണ് പാഞ്ഞത്? ഉത്തരം കുതിച്ച് കുതിച്ച്. ചോദ്യം 58. ആരെ ശപിക്കുക എന്നാണ് 21-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്? ഉത്തരം മെറോസിനെ. ചോദ്യം 59. ആരെ കഠിനമായി ശപിക്കുക എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം മെറോസിനിലെ നിവാസികളെ. ചോദ്യം 60. മെറോസിനിലെ നിവാസികളെ ശപിക്കുക എന്ന കർത്താവിന്റെ ദൂതൻ പറയുന്നതിന്റെ കാരണമെന്ത്? ഉത്തരം അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല. ചോദ്യം 61. ആർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ മെറോസിനിലെ നിവാസികൾ അണിനിരന്നില്ല എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം ശക്തന്മാർക്കെതിരെ.
ചോദ്യം 62. കൂടാരവാസികളിൽ ഏറ്റവും ധന്യ എന്ന് പറയുന്നത് ആരെപ്പറ്റി? ഉത്തരം കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേൽ. ചോദ്യം 63. സിസേറയ്ക്ക് പാലിനൊപ്പം ജായേൽ കൊടുത്തത് എന്ത്? ഉത്തരം കട്ടത്തൈര്. ചോദ്യം 64. സിസേറയ്ക്ക് ജായേൽ കട്ടത്തൈര് കൊണ്ടുവന്നത് എന്തിൽ? ഉത്തരം രാജകീയ താലത്തിൽ. ചോദ്യം 65. പാൽ കൊടുത്തതിന് ശേഷം ജായേൽ കയ്യിലെടുത്തത് എന്ത്? ഉത്തരം കൂടാരത്തിന്റെ മരയാണി. ചോദ്യം 66. ജായേൽ വലതു കൈയിൽ എടുത്തത് എന്ത്? ഉത്തരം വേലക്കാരുടെ ചുറ്റിക. ചോദ്യം 67. അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് ആര്? ഉത്തരം സിസേറയുടെ അമ്മ. ചോദ്യം 68. സിസേറയുടെ അമ്മ അവന്റെ രഥം വൈകുന്നതെന്തുകൊണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് എന്തിലൂടെ? ഉത്തരം കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ. ചോദ്യം 69. സിസേറയുടെ അമ്മ ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം അവന്റെ രഥം വൈകുന്നതെന്തുകൊണ്ട്, രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്. ചോദ്യം 70. സിസേറയുടെ അമ്മയുടെ സഖികൾക്ക് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം ജ്ഞാനവതികൾ. ചോദ്യം 71. സിസേറ എന്തു ചെയ്യുകയല്ലേ എന്നാണ് അവന്റെ അമ്മ പറയുന്നത്? ഉത്തരം കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും. ചോദ്യം 72. ഓരോരുത്തനും എത്ര കന്യകമാർ വീതം ഉണ്ട് എന്നാണ് സിസേറയുടെ അമ്മ പറയുന്നത്? ഉത്തരം 1 2. ചോദ്യം 73. സിസേറയുടെ വസ്ത്രങ്ങൾ എപ്രകാരമുള്ളവയായിരുന്നു? ഉത്തരം നിരപ്പക്കിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ. ചോദ്യം 74. സിസേറയുടെ അമ്മയ്ക്ക് തോളിലണിയാൻ എത്ര വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 2. ചോദ്യം 77. തുടർന്ന് എത്ര വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു? ഉത്തരം 40 വർഷം. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: അനാത്തിന്റെ മകൻ ആര്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.